ഡിയർ ഫ്രണ്ട്സ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു പ്രയോഗം നാം എല്ലാം കേട്ടിട്ടുള്ളതാണ് അല്ലേ? മനസ്സുറപ്പും ചങ്കുറപ്പും കരളുറപ്പും ഉള്ളവർക്കാണ് അറയ്ക്കാതെ മടിക്കാതെ പേടിക്കാതെ കാര്യങ്ങൾ ഇടിച്ചു കയറി ചെയ്യാനുള്ള ധൈര്യമുണ്ടാവുകയുള്ളൂ. ഭയപ്പെടുന്നവൻ എന്നും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭയപ്പെടുത്താനും ഭയപ്പെടുത്തി ഓടിക്കാനും ആൾക്കാരും ഈ ലോകവും ഉണ്ടാകും. ഭയപ്പെടുന്നവൻ ആപത്തിനെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ധൈര്യമുള്ളവൻ സ്വന്തം ചങ്കൂറ്റം കൊണ്ട് സമ്പത്ത് നേടിയെടുക്കുകയും ചെയ്യും. അനാവശ്യവും അസ്ഥാനത്തുമുള്ള വൈകല്യം ബാധിച്ച ഭയം എന്തിനാണ്? മനസ്സിനെയും വാക്കുകളെയും പ്രവൃത്തിയും എല്ലാം വികലമാക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കുക. അങ്ങനെയുള്ള അനാവശ്യ ഭയം ബാധിച്ചവരെ അത് അപകടപ്പെടുത്തുകയാണ്, അതിനുള്ള സാധ്യതയ്ക്ക് വഴിവെട്ടിക്കൊടുക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. വികലമായ ഭയം ബാധിച്ചവരെ അത് അപകടപ്പെടുത്താനാണ് സാധ്യത കൂടുതൽ. ഭയക്കേണ്ടത് സ്വന്തം വീഴ്ചയെയും വീഴ്ചയ്ക്ക് കാരണമായ അജ്ഞതയെയും അശ്രദ്ധയെയും അപാകതയെയും അവിവേകത്തെയും മാത്രമാണ്. പിന്നെ മറ്റൊരു ഭയമുണ്ട്, ദൈവഭയം. ഈ രണ്ട് ഭയങ്ങൾ മാത്രമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഭയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് ഭയവും നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കവാറും കരുതാറുള്ളത്. ടേക്ക് കെയർ എന്ന് പറയുന്ന സംരക്ഷണ കവചമാണ് ഈ ഭയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം എന്ന് പറയുന്നത്. അജ്ഞതയ്ക്ക് പകരം ജ്ഞാനവും, അശ്രദ്ധയ്ക്ക് പകരം ശ്രദ്ധയും, അപാകതയ്ക്ക് പകരം പാകതയും, അവിവേകത്തിന് പകരം വിവേകവും ഉദിക്കാനായി നമ്മളെപ്പോഴും ഒരു ദൈവശക്തിയെ ഫോളോ ചെയ്യാറുണ്ട്. അതൊരു പ്രചോദക ശക്തിയാണ്, പ്രേരണയുടെ ശക്തിയാണ്, തോന്നലിൻ്റെ ശക്തിയാണ്, ഒരു സങ്കല്പ ശക്തിയാണ്. ആ സങ്കല്പ ശക്തിയെ നമ്മുടെ അച്ചടക്കത്തിൻ്റെയും നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെയും പ്രതീകമായി സങ്കല്പിച്ച് ഭയഭക്തിയോടുകൂടി ആദരിച്ച് ആരാധിക്കാം, പ്രേമിക്കാം. ആ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ അഭയം പ്രാപിച്ചാൽ ഭയം മറികടന്ന് ജയം നേടാനുള്ള ഒരു ബലം കിട്ടും. ഈ ബലമാണ് ഭയത്തെ മറികടക്കാനുള്ള ഉപായമായി നമ്മൾ കരുതാറുള്ളത്. ഭയം എന്ന് പറയുന്ന ഒരു ഭീകരതയാണ്. ഈ ഭീകരത ഒരു മനോവൈകല്യവും കൂടിയാണ്. ഈ മനോവൈകല്യം നമ്മെ മനോവിഭ്രാന്തിയിലെത്തിക്കുമെന്നത് വളരെ സത്യമായൊരു വിശ്വാസമാണ്. ഈ വിഭ്രാന്തി എന്ന ഭ്രാന്ത് ഒരു പരിധി കടക്കുമ്പോൾ മനോരോഗമായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ മനോരോഗം നെഗറ്റീവായ ഭ്രാന്തിലൂടെ സംഭവിക്കുന്ന ഒരു ദുരന്തമായിരിക്കും. രോഗകാരണമായ ഭ്രാന്തെന്ന ഭാവം ജീവിതത്തിന് പ്രതികൂലമായ വിപത്ത് നമുക്ക് സമ്മാനിച്ചു പോകുമ്പോൾ, ആവേശകരമായ ഒരു ഭ്രാന്തെന്ന ഭാവം ജീവിതത്തിൽ നമുക്ക് അനുകൂലമായ ഊർജം നൽകി സമ്പത്തും സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ നൽകുന്നതിന് കാരണമായി തീരുന്നുണ്ട്. ഭ്രാന്തമായ ഒരു ആവേശം ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. ആ ഭ്രാന്തമായ ആവേശത്തിൻ്റെ തീ നമ്മുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പിന്തുടരുന്ന ആവേശകരമായ ഒരു താല്പര്യവും ആഗ്രഹമാക്കി മാറ്റി ഒരു തീപ്പന്തം പോലെ കത്തി ഭ്രാന്തമായ ഒരു കർമ്മവേഗം നമുക്കുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ആ കർമ്മശക്തിയിൽ നിന്നാണ് കാലത്തിൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ ഒരു അദ്ഭുത അനുഭവം നമുക്ക് മുമ്പിൽ ഉണ്ടായി വരികയും ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും സംതൃപ്തിയും എന്നൊക്കെ പറയുന്നത്. ഭയം നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും സന്തോഷത്തെയും സ്വസ്ഥതയെയും സമാധാനത്തെയും സന്തുഷ്ടിയെയും സുരക്ഷിതത്വത്തെയും നശിപ്പിക്കുന്ന സംശയത്തിൻ്റെയും ആശങ്കയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അറിവില്ലായ്മയുടെയും മാനസികാവസ്ഥ മാത്രമാണ്. അതൊരു നുണയനാണ്. പല കാര്യങ്ങളെയും നമ്മളെ നുണയിൽ ബോധിപ്പിക്കുന്നു. എന്നാൽ അതൊന്നും ശരിയായതുമല്ല. എന്നാൽ അതിനൊക്കെ വ്യക്തമായ മറുപടി നൽകുന്ന അറിവ് എന്ന് പറയുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതെല്ലാം തെറ്റാണല്ലോ എന്ന ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. ഇരുട്ടത്ത് കയറെന്ന് തിരിച്ചറിയാതെ കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ വിഭ്രമം മാത്രമാണത്. അറിവിൻ്റെ യഥാർത്ഥ പ്രകാശം മനസ്സിന് തെളിച്ചമാകുന്ന സമയത്ത് നമ്മുടെ യഥാർത്ഥ വീര്യവും ശൗര്യവും ധൈര്യവുമൊക്കെ രക്തത്തിളപ്പിൻ്റെ രൂപത്തിൽ അഗ്നി പോലെ ആളിക്കെത്താൻ തുടങ്ങും. അപ്പോൾ ഭയമെന്ന തെറ്റിൻ്റെയും പരാജയത്തിൻ്റെയും ആപത്തിൻ്റെയും വികാരദോഷം എന്ന് പറയുന്ന വൈകാരിക ദുരന്തം നമ്മളെ വിട്ടോടുകയാണ് ചെയ്യുന്നത്. ഇരുട്ടിലെ അവ്യക്തതകൾ പോലെ തന്നെയാണ് ഭയം എന്ന വികാരം മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു രൂപവുമില്ലാത്ത അവ്യക്തമായ ചിന്തകൾ എന്ന് പറയുന്നത്. ഈ ചിന്തകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ധർമ്മസങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതമായ നിലനിൽപ്പിനെയും ആരോഗ്യത്തെയും തകർത്ത് കളയുന്നു. സുരക്ഷിതമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും സംതൃപ്തമായ ജീവിതം നേടിയെടുക്കലാണ്. നമ്മുടെ യഥാർത്ഥ ആരോഗ്യമിരിക്കുന്നത് അറിവിലും അന്നത്തിലും സമ്പത്തിലും വീടിലും വാഹനത്തിലും വിനോദത്തിലുമൊക്കെയാണ്.
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിൽ നിന്നാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ചങ്കൂറ്റമില്ലാത്തവന് സ്വന്തം മനസ്സിൻ്റെ നിയന്ത്രണ ചക്രവും കുടുംബത്തിൻ്റെ നിയന്ത്രണ ചക്രവും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും നിയന്ത്രണ ചക്രവും തിരിക്കാനുള്ള അവകാശമോ അധികാരമോ നേടാനാവില്ല എന്ന ഭാഗ്യക്കേടും കൂടി നേരിടേണ്ടി വരും. ചങ്കൂറ്റമുള്ളവരാണ് നിയന്ത്രണ ചക്രത്തിനും 4 ചക്രമുണ്ടാക്കുന്നതിനുള്ള അറിവും കഴിവും തൻ്റെ ഇടവും ഉണ്ടായി വരിക. ഏത് മേഖലയിലായാലും ചരിത്രപരമായ ഒരു ദൗത്യ നിർവഹണം എന്ന് പറയുന്ന ഒരു മിഷൻ കംപ്ലീഷനുണ്ട്. ആ ഒരു മിഷൻ കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള വിഷ്വലൈസേഷനും ആത്മാർത്ഥമായ സ്വന്തം വ്യക്തിത്വ രൂപീകരണവുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ കർമ്മധീരനായി കാലം നിങ്ങളെ വാഴ്ത്താൻ തുടങ്ങും. പരിഹസിച്ചവർക്ക് മുമ്പിൽ ഒരു ഇതിഹാസമായി തലയുയർത്തി നിൽക്കാൻ ഹൃദയശക്തിയാണ് ആവശ്യം, ഹൃദയ ദുർബലതയല്ല. തലച്ചോറിലും ഹൃദയത്തിലും വയറ്റിലും ഒരു അഗ്നി ആളിക്കത്തുന്നുണ്ട്. ആ അഗ്നി ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന വികാരാഗ്നിയാണ്. ആ വികാരാഗ്നി ഒരു ഭ്രാന്തമായ അഭിനിവേശമായും ആവേശമായും പ്രവർത്തിച്ച് ആശകളിലൂടെയും ആശയങ്ങളിലൂടെയും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും നേടിയെടുക്കാൻ നമ്മളെ കരുപ്പിടിപ്പിച്ച് കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ട കരുനീക്കം ചങ്കൂറ്റമായി, ചങ്കുറപ്പായി, കരളുറപ്പായി, മനസ്സുറപ്പായി, നെഞ്ചൂക്കായി നിങ്ങളോടൊപ്പം കൂടെ കൂട്ടേണ്ടത് വീരശൂര ശക്തികൾ ഉപയോഗിച്ച് ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയായിരിക്കണം. ആ ധൈര്യമാണ് അധൈര്യത്തിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളിക്കത്തിപ്പടരുന്ന തീവ്രമായ യുദ്ധവീര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ജീവിതത്തോട് അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവിടെ ഒരിക്കലും ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമുണ്ടാവില്ല. ജീവിതത്തെ നേർക്കുനേർ അതിശക്തമായ അതിധീരമായ മാനസിക കാഴ്ചപ്പാടോടുകൂടി നിലപാടോടുകൂടി നമ്മൾ നേരിട്ടിരിക്കും. അവിടെ ചങ്കുറപ്പും കരുളുറപ്പും മനസ്സുറപ്പുമുള്ള ധീരനായിരിക്കും ഉറപ്പുള്ള സ്നേഹത്തിനും സന്തോഷത്തിനും അനുഗ്രഹങ്ങൾക്കും അവകാശിയായി മാറാൻ പോകുന്നത്. ആത്മവിശ്വാസം വീണ്ടെടുത്ത് നിങ്ങളാദ്യം നിങ്ങളെ കീഴടക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെടുക. ലോകത്തെ നിങ്ങൾ കീഴടക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പുമായിരിക്കും. ഈ ലോകം നിങ്ങളുടെ കരുത്ത് പുറത്തു വരുന്നതും കാത്ത് പ്രതീക്ഷിച്ച് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. അധൈര്യമുള്ളവൻ പല തവണ മരിക്കുമ്പോൾ ധീരൻ മരണത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്തിരിക്കും. വിജയവും സമ്പത്തും ആരോഗ്യവും ധൈര്യമുള്ളവൻ്റെ ചങ്കൂറ്റമുള്ളവൻ്റെ മനസ്സിലാണിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും വിജയവും സമ്പത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിജയവും സമ്പത്തും ധൈര്യമുള്ളവൻ്റെ ചങ്കൂറ്റമുള്ളവൻ്റെ മനസ്സിലാണ് എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിലേക്ക് വിട്ടുകൊണ്ട് വിജയാശംസകളോടെ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.